ഇന്ന് ഏകദേശം 4:30 മണിയായിട്ട് ഗൈസ് കിച്ചടി കയറിയപ്പോൾ ചെന്ന പാടെ തന്നെ പുട്ടിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാണ് കേട്ടോ. ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി പുട്ടാണ് ഉണ്ടാക്കുന്നത്. ബീഫ് കാലത്ത് തന്നെ സെറ്റാക്കി വെച്ചായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അത് ഞാൻ റെഡിയാക്കിയിട്ട് വേഗം തന്നെ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ മുട്ട ബജിയും അതുപോലെ ഉള്ളിപ്പക്കോടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുട്ട വേഗം തന്നെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് ഞാൻ വേഗം ഹാളിൽ വന്നിട്ട് റാഹക്കുട്ടിനെ എടുക്കാണ് കേട്ടോ. റാഹക്കുട്ടി അവിടെ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇത്തിരി കൊച്ചിനൊക്കെ എടുത്തിട്ട് അമ്മായി നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ അമ്മയുടെ ഏൽപ്പിച്ചിട്ട് ഞാൻ പിന്നെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് മാങ്ങയൊക്കെ വേഗം കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ജ്യൂസ് അടിക്കാനായിട്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നാരങ്ങ വെള്ളം കലക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കലക്കി വെച്ചിട്ട് പിന്നെ മുട്ട ബജിക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാണ് കേട്ടോ. അങ്ങനെ എല്ലാ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ വേഗം ബാറ്റർ റെഡിയാക്കിയിട്ട് മുട്ട ബജി വേഗം തന്നെ പൊരിച്ചെടുക്കാണ് ഗൈസ്. കാരണം ഇപ്പൊ തന്നെ സമയം ഏകദേശം 5:30 മണിയായിട്ടുണ്ട്. അല്ല 5:30 5:45 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സമയമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കണം. ബാക്കി വന്ന ബാറ്ററിലേക്ക് ഞാൻ ഉള്ളി ഇട്ടിട്ട് ബാക്കി പക്കോടയുടെ റെഡിയാക്കി എടുക്കാണ്. അങ്ങനെ പക്കോട ഒക്കെ റെഡിയാക്കിയിട്ട് പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാണ്. ഫ്രൂട്ട്സിന് നമ്മൾ ആപ്പിളും ഓറഞ്ചും മുന്തിരി ആയിട്ട് എടുത്തേക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴുകി വാരി വെച്ചിട്ട് അപ്പോഴേക്കും അമ്മായി റാഹക്ക് ഫുഡൊക്കെ കൊടുത്ത് എന്റെ കയ്യിലേക്ക് വന്നിട്ടുണ്ടായിരുന്നിട്ട് ഉറക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്ന് റാഹക്കുട്ടിനെ ഉറക്കിയിട്ട് അവൾ 5 മിനിറ്റ് ആയപ്പോൾ തന്നെ എഴുന്നേക്കുകയും ചെയ്തിട്ടാ. പിന്നെ ഞാൻ കൊണ്ടുവന്നത് ആ പുട്ടൊക്കെ ചൂടാണ് ഗൈസ്. ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടോ, ഇത് ബേബി ഹഗ്ഗിംഗ് പില്ലോണ് ഗൈസ്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് ഗൈസ്. നമ്മുടെ കുട്ടികൾ അധികം നേരം കിടന്ന് ഉറങ്ങാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യൂട്ടോ. ഉറങ്ങി കഴിയുമ്പോൾ ഇതിലേക്ക് കിടത്തിയാൽ മതി. അപ്പൊ അങ്ങനെ അവർ അവിടെ കിടന്നോളും. അപ്പൊ ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാ പേജ് നിങ്ങൾ ഫോളോ ചെയ്യാട്ടെ. ഞാനിവിടെ സ്ക്രീനിൽ എന്റെ പേജിന്റെ നെയിം മെൻഷൻ ചെയ്തേക്കാട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ എടുത്ത് ടേബിളിലേക്ക് വെക്കാണ്. അപ്പോഴേക്കും ബാങ്കൊക്കെ കൊടുക്കാറായിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ എല്ലാവരും ബാങ്ക് കൊടുത്തതിനപ്പോൾ നോമ്പൊക്കെ തുറക്കാട്ടെ എല്ലാവരും കൂടി ഇരുന്ന്. പിന്നെ സുമിത്ത തന്നെ വീഡിയോ കോൾ ചെയ്ത് നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് നോമ്പൊക്കെ തുറക്കാണ് ഗൈസ്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ.